വെറുതെ വേണ്ടാതിനും പറയരുത്. നീ വിചാരിക്കുന്നത് പോലെ അല്ല അവര് രണ്ടുപേരും. അല്ല, അവർക്കിടയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ. നിനക്ക് ഭ്രാന്ത, സംശയരോഗം മൂത്ത ഭ്രാന്ത്. എങ്ങനെയുണ്ട്? സന്തോഷം മാഡം, എനിക്ക് സന്തോഷമായി. കനകാംബരൻ വരച്ച വരയിൽ നിന്ന് മാറാൻ അവൾക്കിനി പറ്റില്ല. ഇനി കനകാംബരൻ ആവശ്യപ്പെടുന്ന എവിടെയും അവൾ വരികയും ചെയ്യും, എന്തും ചെയ്യുകയും ചെയ്യും. അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ മാഡം? കാര്യം ഞാനിതെല്ലാം മാഡത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും സുവർണാവസരം കൈവന്നത് എനിക്കല്ലേ. അവളുടെ നാശം അല്ലെങ്കിൽ ആത്മഹത്യ, അതോടെ സച്ചിയുടെ കുടുംബത്തിന്റെ അടിവേരളകും. മാഡത്തിന്റെ സന്തോഷം, അത് മാത്രം എന്റെ ലക്ഷ്യം. അല്ല, എവിടെ റോണി പകർത്തി അവളുടെ പ്രൈവറ്റ് വിഷ്വൽസ്? അതൊക്കെ എന്റെ കയ്യിൽ സുരക്ഷിതമാണ് മാഡം. അത് എനിക്കൂടെ അയച്ചു തന്നേക്ക്. ഒരു ബാക്കപ്പിന് അത് എന്റെ കയ്യിലും കൂടി ഇരിക്കട്ടെ. അത് അപകടമാണ് മാഡം. ഇനി അഥവാ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായപ്പോലും അതിന്റെ പേരിൽ മാഡത്തെ ആരും സംശയിക്കരുത്. ഇതുമായി മാഡത്തിന് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഒരാൾക്ക് പോലും കണ്ടുപിടിക്കാനും കഴിയരുത്. അതെന്റെ കയ്യിൽ ഇരിക്കുന്നതാണ് നല്ലത്. മാഡം പറയുന്നത് പോലെ മാത്രമേ ഞാൻ എന്തും ചെയ്യൂ. മാഡത്തിന്റെ പോരാളിയല്ലേ ഞാൻ. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഇക്കാര്യത്തിൽ ഞാൻ കനകാംബരനെ വിശ്വസിക്കുക. 100%. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി, ഞാൻ വിളിക്കാം. ഈ കനകാംബരൻ ഒരു താപ്പാനയാ. ആതിരയുടെ ആ പ്രൈവറ്റ് വിഷ്വൽസ് എനിക്ക് തരാതെ അവൻ ഒഴിഞ്ഞു മാറിയത് കണ്ടില്ലേ? നോക്കാം. ഒരു തരത്തിലത് നന്നായി. എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്തം ഇവന്റെ മാത്രം തലയിലിരിക്കട്ടെ. ആയിഷ ചേച്ചിന്നാ ചേച്ചി പേര് പറഞ്ഞത്. അന്നിവിടെ പണം കൊണ്ടുവന്നത് അവരാണെന്നാണോ പറയുന്നേ? അതെ അമ്മേ, സച്ചേട്ടന്റെ കൂട്ടുകാരന്റെ ഭാര്യയാ. ആ കൂട്ടുകാരന്റെ പേരെന്താണെന്ന് വല്ലതും പറഞ്ഞു? അയ്യോ, ഞാൻ അത് ചോദിക്കാൻ മറന്നുപോയി. നല്ലയാളാ, നീ ഇത്രയ്ക്കൊരു മന്ദബുദ്ധിയായി പോയല്ലോ. അല്ല, എന്തായാലും അവരോട് ഒരു ചർച്ച. എടാ, ഗൾഫിലുള്ളത് എന്റെ കൂട്ടുകാരന്റെ ഭാര്യയല്ലേ അന്നിവിടെ പണം കൊണ്ടുവന്നേ? ആ കുട്ടി ഇന്ന് ഇവളുടെ ഓഫീസിൽ ചെന്നിരുന്നെന്ന്. കുറച്ചു നേരം മാത്രമേ ആയിഷ ചേച്ചിയോട് സംസാരിച്ചെങ്കിലും ഒരുപാട് നാളായിട്ട് പരിചയവും അടുപ്പവും ഒക്കെയുള്ള ഒരാളെ പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനെ ഓർക്കാൻ പറ്റുന്നില്ലെന്നേ. നീ ആ കൂട്ടുകാരന്റെ പേര് ചോദിക്കാഞ്ഞത് കുറച്ച് കഷ്ടമായി പോയി. മറന്നുപോയി ഏട്ടാ. നീ ഒരു കാര്യം ചെയ്, അവരുടെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ നീ ഒന്ന് വിളിക്ക, ഞാൻ സംസാരിക്കാം. നമ്പറൊക്കെ രജിസ്റ്റർ ബുക്കിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചേരാം. ബെല്ലുണ്ട്, സംസാരിച്ചോ. ഹലോ, ഇത് ആയിഷയല്ലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
ഇത് ആയിഷയുടെ ഫോൺ നമ്പർ അല്ലേ? ഹലോ, ആ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ അല്ല, അവര് ഫോൺ കട്ട് ചെയ്തു. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. വേണ്ട, അവരെന്തെങ്കിലും തിരക്കിലായതുകൊണ്ടായിരിക്കും. പിന്നീട് വിളിച്ചു നോക്കാം. ഉം. നീ ഇവിടെ ഇരിക്കും മോനെ, ഞാൻ ചായ എടുക്കാം. ആ. എന്താ ആരാ വിളിച്ചേ? ആ അത് ഒരു റോങ് നമ്പർ ആയിരുന്നു. അമ്മ എനിക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നേ പറ്റൂ. അവര് തമ്മിൽ എന്തോ ഉണ്ട്. ആര് തമ്മില്? രാജീവേട്ടനും സമൃദ്ധയും തമ്മില്. എപ്പോഴും രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. നീ എന്ത് കേട്ടു എന്നാ പറയുന്നത്? നേരത്തെ മുറ്റത്ത് നിന്ന് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എടുത്തു ചാടി തീരുമാനം എന്തെങ്കിലും എടുക്കുന്നത് റിസ്ക് ആണെന്ന് രാജീവേട്ടൻ അവളോട് പറഞ്ഞു. ആ പിന്നെ ഒന്നുകൂടി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ചെയ്താ നമ്മൾ സൂക്ഷിക്കുന്ന രഹസ്യം പരസ്യാവൂന്ന്. എന്തായിരിക്കും അവര് സൂക്ഷിക്കുന്ന ആ രഹസ്യം? അവര് വേറെ എന്തെങ്കിലും സംസാരിച്ചതിന്റെ അറ്റവും മൂലയും കേട്ടിട്ട് വന്ന് വെറുതെ വേണ്ടാതിനും പറയരുത്. നീ വിചാരിക്കുന്നത് പോലെ അല്ല അവര് രണ്ടുപേരും. അല്ല, അവർക്കിടയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ. നിനക്ക് ഭ്രാന്ത, സംശയരോഗം മൂത്ത ഭ്രാന്ത്. അമ്മേ, അമ്മയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കേ. ദേ, ഇനി അവരെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ തലയടിച്ച് ഞാൻ പൊട്ടിക്കും. അമ്മയോട് ഈ കാര്യം പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ.